നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവ് ആദ്യം പോകുന്നത്. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന ഹർജിയിൽ ഹൈക്കോടതി വിധി വന്നിരിക്കുന്നു. നേരത്തെ ഈ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. ചലച്ചിത്ര നിർമ്മാതാവ് സജി മോഹൻ പാറയിൽ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് BG അരുണിന്റെ സിംഗിൾ ബെഞ്ചാണ് വിധി പറഞ്ഞിരിക്കുന്നത്. കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടാനിരിക്കുകയായിരുന്നു. റിപ്പോർട്ട് ഹൈക്കോടതി നേരത്തെ താൽക്കാലികമായി തടഞ്ഞത്. ഹർജിയിൽ WCC, സംസ്ഥാന വനിതാ കമ്മീഷൻ തുടങ്ങിയവരെ ഹൈക്കോടതി കക്ഷി ചേർത്തു. ഇരുവരുടെയും വാദം കേട്ടിരുന്നു. റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന ഹർജിക്കാരന്റെ ആവശ്യം സംശയാസ്പദമെന്നാണ് WCCയുടെ വാദം. സിനിമാ മേഖലയിലെ വനിതകളുടെ തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്തുവാൻ സർക്കാരിനൊരു മാർഗരേഖയാണ് റിപ്പോർട്ടെന്ന് വനിതാ കമ്മീഷനും വാദിച്ചിരുന്നു. റിപ്പോർട്ടിന്റെ സംഗ്രഹഭാവവും ശുപാർശയും പുറത്തുവിടണമെന്നാണ് കമ്മീഷന്റെ ആവശ്യം. ഈ ഒരു ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി നേരത്തെ സമർപ്പിച്ച, അതായത് റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന ആവശ്യം ഹർജി തള്ളിയിരിക്കുന്നത്. റിപ്പോർട്ട് പുറത്തുവിടാം, ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാം, അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തുവിടാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. നിർമ്മാതാവ് സജി മോഹൻ പാറയിൽ നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേർന്നുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, പല ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളും ഉള്ളടക്കവും ഉള്ളതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്ന് നേരത്തെ തന്നെ ചില സൂചനകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ നേരത്തെ അതിനെതിരെ ഈ നിർമ്മാതാവ് സജിമോഹൻ പാറയിൽ ആ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നു. എന്നാൽ ആ ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ. എന്തായാലും 2017 നടിയെ ആക്രമിച്ച കേസുണ്ടായതിനു ശേഷമാണ്, ആക്രമിച്ച സംഭവം ഉണ്ടായ ശേഷമാണ് സിനിമ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു കമ്മീഷൻ ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ രൂപപ്പെടുകയും ജസ്റ്റിസ് ഹേമ അധ്യക്ഷനായ ഒരു കമ്മീഷൻ രൂപപ്പെടുകയും അതേ തുടർന്ന് 5 വർഷത്തോളം ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടരുത്, അങ്ങേയറ്റം കോൺഫിഡൻഷ്യലായി ഈ റിപ്പോർട്ട് സൂക്ഷിക്കണമെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ കണ്ട കാലയളവിലൊന്നും ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരാതിരുന്നത്. പക്ഷേ വിവരാവകാശ കമ്മീഷനാണ് ഇത് മറ്റുള്ളവരുടെ സ്വകാര്യതയെ മാനിക്കുന്ന തരത്തിൽ, അതിനെ ഹനിക്കുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ സൂചനകൾ ഇല്ലാത്ത തരത്തിലേക്ക് റിപ്പോർട്ട് മാറ്റി എഴുതണമെന്നും അതിലെ കണ്ടന്റുകൾ അത്തരത്തിലേക്ക് തിരുത്തണമെന്നും ആവശ്യപ്പെട്ട്, മാത്രമല്ല ഇത് ആവശ്യപ്പെടുന്നവർക്ക് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് വിവരാവകാശ കമ്മീഷനാണ് ഇങ്ങനെ സജഷൻ വെച്ചത്. തുടർന്നാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക്, തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നതും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ മാസം ആദ്യമാണ് ഈ കേസ് പരിഗണിക്കുന്നത്. അതായത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വിടുമെന്ന് ഹൈക്കോടതി അറിയിക്കുകയും അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ പുറത്തുവിടാനുള്ള വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ ഹൈക്കോടതിയെ സമീപിക്കുകയും ആ സമയത്താണ് സജിമോഹൻ പാറയിൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുൻ ആ ദിവസം തുടക്കത്തിൽ സജിമോഹൻ പാറയിൽ ഇത് പുറത്തുവിടരുത്, ഇതിൽ വ്യക്തികളുടെ സ്വകാര്യതയെ ഹനിക്കുന്ന തരത്തിലുള്ള സൂചകങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഹർജി നൽകുന്നത്. ആ ഹർജി പരിഗണിച്ച ശേഷം താൽക്കാലികമായി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന്, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് ഹൈക്കോടതി സ്റ്റേ നൽകുകയെന്ന് താൽക്കാലിക സ്റ്റേ അനുവദിച്ചിരുന്നു. തുടർന്ന് ഈ കേസിൽ WCCയും അതുപോലെ തന്നെ വനിതാ കമ്മീഷനും ഇതിൽ കേസിൽ കക്ഷി ചേരുകയുണ്ടായി. കക്ഷി ചേർന്ന ശേഷം വനിതാ കമ്മീഷന്റെയും അതുപോലെ തന്നെ WCCയുടെയും ആശങ്കകൾ കോടതി ആരാഞ്ഞു. അവർക്ക് പറയാനുള്ള ഭാഗം കേട്ട ശേഷം വീണ്ടും ഒരു തവണ കൂടി ഈ കേസ് പരിഗണിക്കുന്നത് നീട്ടിവെക്കുകയാണ് ഉണ്ടായത്. എന്തായാലും 2019 മുതലുള്ള ഈ ഒരു ഉദ്യമം ഇപ്പോൾ പൂർത്തിയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. സജിമോഹൻ പാറയിലിന്റെ ഹർജി നിരുപാധികം തള്ളിയിരിക്കുകയാണ് ഹൈക്കോടതി. മാത്രമല്ല സജിമോഹൻ പാറയിൽ ഈ ഹർജിയുമായി കോടതിയിലെത്തിയപ്പോൾ വിവരാവകാശ കമ്മീഷൻ തന്നെ ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. ഒരു ഘട്ടത്തിലും സജിമോഹൻ പാറയിലിന്റെ മൊഴി വിവരാവകാശ കമ്മീഷൻ എടുത്തിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ റിപ്പോർട്ടിൽ ഇങ്ങനെ ഒരു സൂചകങ്ങൾ, അല്ലെങ്കിൽ വ്യക്തികളുടെ അഭിമാനത്തെ ഹനിക്കുന്ന തരത്തിലുള്ള സൂചകങ്ങളുണ്ട്, അതല്ലെങ്കിൽ വ്യക്തികളെ തിരിച്ചറിയാവുന്ന സൂചകങ്ങളുണ്ട് എന്ന് സജിമോഹൻ പാറയിൽ ഹർജി കോടതിയിൽ നൽകുന്നതെന്ന് വിവരാവകാശ കമ്മീഷൻ കോടതിയിൽ തന്നെ അങ്ങനെ ഒരു ആശങ്ക ഉന്നയിച്ചിരുന്നു. അങ്ങനെ ഒരു
വിവരാവകാശ കമ്മീഷൻ കോടതിയിൽ അങ്ങനെ ആരായുകയുണ്ടായി. അതിനുശേഷമാണ് ഈ വീണ്ടും അന്ന് തന്നെയാണ് ഹർജി താൽക്കാലികമായി സ്റ്റേ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോടതി പോകുന്നത്. സജിമോൻ പാറയിൽ പൊതു താല്പര്യമല്ല, മറ്റാർക്കോ വേണ്ടിയാണ് സജിമോൻ പാറയിൽ സംസാരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള സൂചകങ്ങൾ എന്നുള്ള തരത്തിലുള്ള വാദങ്ങളായിരുന്നു അന്ന് വിവരാവകാശ കമ്മീഷൻ കോടതിക്ക് മുൻപാകെ പ്രസന്റ് ചെയ്തിരുന്നത്. എന്തായാലും ഇപ്പോൾ വനിതാ കമ്മീഷനും WCCയും കൂടി ഹർജിയിൽ കക്ഷി ചേർന്ന ശേഷമാണ് ഈ ഹർജി വീണ്ടും പരിഗണിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സജിമോൻ പാറയിലിന്റെ ഹർജി തള്ളിയിരിക്കുകയാണ്. റിപ്പോർട്ട് പുറത്തുവിടാം എന്നൊരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തിയിരിക്കുകയാണ്. തീർച്ചയായും അത്തരം ഇപ്പോൾ ഹൈക്കോടതി വിധി വന്നത് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. അങ്ങനെയെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ ഈ റിപ്പോർട്ട് പുറത്തു വരുമായിരിക്കും? കാരണം പുറത്തു വന്നാൽ പല സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണങ്ങൾ, സ്ത്രീവിരുദ്ധമായിട്ടുള്ള പല നടപടികളും ഇതൊക്കെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ വലിയ കോളിളക്കം തന്നെ സൃഷ്ടിക്കാം ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ. ഇപ്പോൾ ശ്രീമതി ഭാഗ്യലക്ഷ്മി ചേരുന്നുണ്ട്. ഭാഗ്യലക്ഷ്മി, ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നു. എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഈ സിനിമാ മേഖലയിലെ വനിതാ പ്രവർത്തകരെ സംബന്ധിച്ച് ഈ ഹൈക്കോടതിയുടെ ഈ നിർണായകമായിട്ടുള്ള വിധി? ഇത് യഥാർത്ഥത്തിൽ കോടതി പുറത്തുവിടാൻ പറയും അല്ലെങ്കിൽ ആ സ്റ്റേ ഹർജി തള്ളും എന്നുള്ളത് നല്ല ഉറപ്പുണ്ടായിരുന്നു. കാരണം എന്തിനാണ് ഇത് തടയുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ആരാണെങ്കിലും ചോദിക്കുമല്ലോ. അപ്പൊ കോടതി വെറുതെ അവിടെ ഇരുന്നിട്ട് ഓക്കെ ഇയാള് പുറത്തു വിടണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് അങ്ങ് പുറത്തു വിടണ്ട എന്ന് കോടതി പറയില്ലല്ലോ. അതിന് വ്യക്തമായ കാരണങ്ങൾ കൊടുക്കണമല്ലോ. ഇപ്പോ പബ്ലിക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്നത് ആരാണ് പബ്ലിക്? ഇതിൽ മൊഴി കൊടുത്തിരിക്കുന്ന 60ഓളം സ്ത്രീകൾ, അവർക്ക് താല്പര്യം ഉണ്ടാവുമല്ലോ. നാച്ചുറലി അവര് വെറുതെ സമയം കളയാനായിട്ട് പോയി പറഞ്ഞ പരാതികളല്ലല്ലോ ഇതൊന്നും. പിന്നെ ഇത് ഒരു കാരണവശാലും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ അതിൽ പേര് വിവരങ്ങൾ ഉണ്ടാവില്ല എന്നുകൂടി ഞാൻ ഉറപ്പിച്ചു പറയണു. അങ്ങനെ ഉണ്ടാവില്ല. കാരണം അങ്ങനെ ഉണ്ടാകാൻ നിയമസാധുത ഇല്ലെന്നാണ് ഞാൻ അന്വേഷിച്ചിടത്തോളം അറിയാൻ സാധിച്ച ഒരു കാര്യം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് വരട്ടെ. അപ്പൊ സ്ത്രീകൾ എന്തുമാത്രം ഇതിനുള്ളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാകും. അതായത് സ്ത്രീകളുടെ സഞ്ചാരത്തിന്റെ പ്രശ്നം, സ്ത്രീകളുടെ വേതനത്തിന്റെ പ്രശ്നം, സ്ത്രീകൾ അനുഭവിക്കുന്ന ശാരീരികമായ മാനസികമായ പ്രശ്നങ്ങൾ എല്ലാം തന്നെ ഈ റിപ്പോർട്ടിൽ ഉണ്ടാവും. പക്ഷെ പേരുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, അത് ഈ നടിയാക്രമണ കേസിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഹേമ കമ്മീഷനെ സർക്കാർ നിയമിക്കുന്നത്. നടിയാക്രമണ കേസിന്റെ പശ്ചാത്തലത്തിലാണ്. പക്ഷേ അതിനപ്പുറം ഈ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനം, താങ്കൾ സൂചിപ്പിച്ചതുപോലെ വിവേചനം, മറ്റ് ലൈംഗിക ചൂഷണങ്ങൾ ഉൾപ്പെടെ ഈ റിപ്പോർട്ടിൽ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അവിടെ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ ആരുടെയും പേര് പരാമർശിക്കുന്നില്ല എന്ന്. അത് പേര് ബോധപൂർവം ഈ റിപ്പോർട്ടിൽ നിന്നും ഒഴിവാക്കിയതാണോ അതോ ഇത്തരമൊരു രഹസ്യ സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഒഴിവാക്കിയതായിരിക്കുമോ? എന്താണ് താങ്കൾ കരുതുന്നത്? അല്ല, പേര് ബോധപൂർവം ഒഴിവാക്കുക എന്നല്ല. ഇപ്പോ ഒരു വ്യക്തി ഒരാൾക്കെതിരെ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പാണ് കുറെ മാസങ്ങൾക്ക് മുമ്പോ വർഷങ്ങൾക്ക് മുമ്പോ നടന്ന ഒരു വിഷയമായിരിക്കാം. അതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടാവില്ല. ഈ തെളിവുകൾ ഇല്ലാത്തിടത്തോളം കാലം അത് നിയമസാധുത അതിന് വളരെ കുറവായിരിക്കും. കുറവെന്നല്ല, നിയമസാധുത ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോ ഞാനിപ്പോ ഒരാൾക്കെതിരെ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ആ ആരോപണത്തിന് വ്യക്തമായ തെളിവുകളും കൂടി കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. അപ്പൊ അങ്ങനെ ഒരു തെളിവ് എന്തായാലും വരില്ല. അങ്ങനെ അല്ലാത്ത പക്ഷം എന്താവും? ഞാൻ ആർക്കെതിരെയാണോ പറഞ്ഞിരിക്കുന്നത് ആ വ്യക്തിയുടെ പേര് ആ റിപ്പോർട്ടിൽ വന്നാൽ ആ വ്യക്തിക്ക് എനിക്കെതിരെ ഡിഫമേഷൻ, മാനനഷ്ട കേസ് കൊടുക്കാമല്ലോ. ഇല്ലാത്തൊരു കാര്യമാണ് എനിക്കെതിരെ പറഞ്ഞത്, അത് പ്രൂവ് ചെയ്യാന്നുള്ളത് എന്റെ ഡ്യൂട്ടി അല്ലേ. സോ അതുകൊണ്ടാണ് പറയുന്നത് നിയമസാധുത ഇല്ല, അതുകൊണ്ട് പേരുണ്ടാവില്ല എന്നാണ് എന്റെ ഞാൻ പല അഡ്വക്കേറ്റ്സിനോടും ഈവൻ റിട്ടയർ ചെയ്ത പല ജഡ്ജിനോടും. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ആരാണ് ഭയക്കുന്നത്? ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെ ആരാണ് ഭയക്കുന്നത്? ഈ സജിമോൻ പാറയിൽ ഇത്തരമൊരു ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ടെങ്കിൽ
അദ്ദേഹത്തിന് പിന്നിൽ മറ്റാരെങ്കിലും ഇതില് ഈ റിപ്പോർട്ടിനെ ഭയക്കുന്ന ആരെങ്കിലും അദ്ദേഹത്തിന് പിന്നിൽ കാണുമോ? ഇത് സജിമോൻ പാറയിലിനെ വെച്ച് മറ്റൊരാൾ കളിക്കുന്നതാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇത് സജിമോൻ പാറയിൽ എന്ന് പറയുന്ന ഒരാളെ വ്യക്തിപരമായിട്ട് എനിക്കറിയാം. പക്ഷേ അദ്ദേഹം ചില സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ സാധിക്കുന്നത്. കാരണം എനിക്കറിയാം വ്യക്തിപരമായിട്ട് അദ്ദേഹം ഒരു പഴയ സുഹൃത്തുമാണ്. അദ്ദേഹം ഒരു നിർമ്മാതാവാണോ അല്ലെങ്കിൽ സംവിധായകനാണോ അതൊന്നും എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല. അദ്ദേഹം സിനിമ നിർമ്മിച്ചൊന്നും എനിക്കറിയില്ല. അപ്പൊ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ സജിമോൻ പാറയിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഒരു സ്റ്റേ ഓർഡർ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സജിമോൻ പാറയിലിന്റെ ഇൻട്രസ്റ്റ് അല്ല, മറ്റാരുടെയോ ആണ് സജിമോൻ പാറയിലിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത്. കാരണം വളരെയധികം നന്ദി ശ്രീമതി ഭാഗ്യലക്ഷ്മി. ഇപ്പോൾ ഞങ്ങളുടെ നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് CN പ്രകാശ്, ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും വിധി വന്നിരിക്കുന്നു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാമെന്ന്. അങ്ങനെയെങ്കിൽ അതിനൊരു സമയപരിധി വെച്ചിട്ടുണ്ടോ? എത്ര നാളിനുള്ളിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ഒരു നിർദ്ദേശം ഈ ഉത്തരവിലുണ്ടോ? അല്പം മുമ്പാണ് ജസ്റ്റിസ് BG അരുൺ ഇതുമായി ബന്ധപ്പെട്ട കേസിൽ വിധി പറഞ്ഞത്. വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. വാക്കാലുള്ള പരാമർശത്തിൽ വിത്തിൻ 1 വീക്ക് എന്നാണ് പറഞ്ഞത്. അതായത് ഒരാഴ്ചയ്ക്ക് അകം എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ പുറത്തുവിടാം, കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാം, വിവരാവകാശ കമ്മീഷൻ വഴി അത് പുറത്തുവിടാം എന്ന നിർണായകമായ ഉത്തരവ് സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്നുള്ളത്. നമുക്കറിയാം, സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ചാണ് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഹേമ ഉൾപ്പെടെ 3-അംഗ സംഘം വളരെ വിശദമായി തന്നെ ഈ കാര്യങ്ങൾ പരിഗണിക്കുകയും സിനിമാ മേഖലയിലുള്ള ആളുകളുടെ വിളിച്ചു വരുത്തുകയും അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും നടിമാർ അടക്കമുള്ളവരിൽ നിന്ന് മൊഴിയെടുക്കുകയും ചെയ്ത ശേഷമാണ് സുദീർഘമായ റിപ്പോർട്ട് വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ നൽകിയത്. അതിന്മേൽ നടപടി സ്വീകരിച്ചില്ല എന്ന വിവാദം നിലനിൽക്കെ ആണ് ഈ കമ്മീഷനിലെ കണ്ടെത്തി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദാംശങ്ങൾ പുറത്തു വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശ കമ്മീഷനെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ സമീപിച്ചത്. ഇത് വിവരാവകാശ കമ്മീഷൻ ഇത് പരിഗണിച്ചുകൊണ്ട് ഒരു നിശ്ചിത പേജുകൾ ഒഴിവാക്കിക്കൊണ്ട്, ചില ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ചില പേജുകൾ ഒഴിവാക്കിക്കൊണ്ട് ബാക്കി ഈ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സജിമോൻ പാറയിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഈ ഹർജിയിന്മേൽ ഹൈക്കോടതി ആദ്യം വാദിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിവരാവകാശ കമ്മീഷന്റെ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്ന നടപടി താൽക്കാലികമായി സ്റ്റേ ചെയ്തിരുന്നു. അതിനുശേഷം 3 ഘട്ടങ്ങളിലായി ഇത് വിശദമായ വാദം കേട്ട ശേഷമാണ് ഇന്ന് ഇപ്പോൾ സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്ത് ഉത്തരവുണ്ടായിട്ടുള്ളത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാം എന്നതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഈ കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന്റെ ഏറ്റവും പ്രസക്ത ഭാഗം. നേരത്തെ അഡ്വക്കേറ്റ് CN പ്രകാശ്, നേരത്തെ ഭാഗ്യലക്ഷ്മി സൂചിപ്പിച്ചിരുന്നു, ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെ ചിലർ ഭയക്കുന്നുണ്ട്. സജിമോൻ പാറയിൽ അവർക്ക് വേണ്ടി ഈ ഹർജി നൽകിയതാണ്, അങ്ങനെ ഈ റിപ്പോർട്ടിനെ ഭയക്കുന്നവർക്ക് വേണ്ടി ഹർജി നൽകിയതാണെന്ന്. എന്തായിരുന്നു ഈ ഹർജിയിൽ? നേരത്തെ സ്വകാര്യതയെ മറ്റുള്ളവരുടെ, അതായത് ഇതിൽ ആരോപണ വിധേയരായിട്ടുള്ള ആരുടെയെങ്കിലും പേരുണ്ടെങ്കിൽ അങ്ങനെ അവരുടെ സ്വകാര്യതയെ ഖനിക്കുന്ന ഒരു പ്രശ്നങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട്, അതിൻ്റെ ഉള്ളടക്കത്തിലുണ്ട് എന്ന് പറയുന്നു. പക്ഷേ നേരത്തെ അഡ്വക്കേറ്റ് CN പ്രകാശ് തന്നെ സൂചിപ്പിച്ചു, ഇതിനകത്തു നിന്നും പൂർണ്ണമായും പേരുകളൊക്കെ ഒഴിവാക്കി റിപ്പോർട്ട് പുറത്തുവിടാമെന്ന്. അങ്ങനെയെങ്കിൽ പൂർണ്ണമായും ഈ റിപ്പോർട്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടില്ല, അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രമേ പുറത്തുവിടുകയുള്ളൂ. എന്താണ് ഈ ഉത്തരവിൽ, ഹൈക്കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഉത്തരവിന്റെ പൂർണ്ണ രൂപം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഇന്ന് വിധി പറഞ്ഞപ്പോൾ വാക്കാൽ ഈ ഹർജി തള്ളുകയും ഒപ്പം തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടാം എന്നും മാത്രമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉണ്ടായിട്ടുള്ളത്. ഈ വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നാൽ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയൂ. ഏതായാലും വാദം നടക്കുന്ന ഘട്ടത്തിൽ, വാദമുഖത്ത് റിപ്പോർട്ട് പുറത്തുവിടുന്നത് തനിക്ക് വ്യക്തിപരമായും സിനിമാ മേഖലയിലെ പലരുടെയും സ്വകാര്യതയെയും ബാധിക്കുമെന്നാണ് ഹർജിക്കാരൻ പ്രധാനമായും കോടതിയെ വാദിച്ചത്. ഈ വാദം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഹർജി
നൽകുകയും ചെയ്ത് ഹർജിക്കാരന്റെ വാദങ്ങളെ വിവരാവകാശ കമ്മീഷൻ കോടതിയിൽ ശക്തമായി തന്നെ എതിർക്കുകയും ചെയ്തിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹർജിക്കാരൻ കക്ഷിയല്ലെന്നും കമ്മിറ്റിക്ക് മുൻപാകെ ഹാജരാകാത്ത വ്യക്തിയാണ് ഹർജിക്കാരനെന്നും വിവരാവകാശ കമ്മീഷൻ കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. അപ്പീൽ നൽകിയവരാരും കമ്മീഷന് മുമ്പിൽ മൊഴി നൽകിയ ആരും തന്നെ അല്ല ഇപ്പോൾ ഈ കോടതിയെ സമീപിച്ചിട്ടുള്ളത് എന്നും വിവരാവകാശ കമ്മീഷൻ വാദഘട്ടത്തിൽ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും പൊതുതാൽപര്യം ഉണ്ടെന്നതിന് ഒരു കാരണവും വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടില്ല എന്നും നേരത്തെ ഈ വാദമുഖത്ത് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. കമ്മിറ്റി റിപ്പോർട്ടിൽ പേരുള്ളവരുടെ ഭാഗം കേൾക്കാതെയാണ് തീരുമാനം എടുക്കുന്നത് എന്നും ഹർജിക്കാരൻ വാദിച്ചിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പരാമർശങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ചില ചില ആളുകൾ സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങൾ ഒഴികെ അത് കമ്മീഷൻ തന്നെ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അഡീഷണൽ ആയി ഇന്ന പേജുകളിലെ കാര്യങ്ങൾ പുറത്തു വരുന്നത് എന്ന നിബന്ധന വെച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് സർക്കാരിന് നൽകിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഈ മൊഴി നൽകിയ നടിമാർ ഉൾപ്പെടെയുള്ളവരുടെ അഭ്യർത്ഥന കൂടി മാനിച്ചാണ് അങ്ങനെ ഹേമ കമ്മീഷന്റെ ഭാഗത്ത് അത്തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടുള്ളത്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് വിവരാവകാശ കമ്മീഷൻ തന്നെ 63 പേജ് ഒഴിവാക്കി ബാക്കി മാത്രമാണ് പുറത്തുവിടാൻ തയ്യാറെടുത്തിരുന്നത്. ഇനി ആ നടപടിക്രമത്തിലേക്ക് വിവരാവകാശ കമ്മീഷന് പോകാൻ കഴിയുന്ന സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത്. ഇപ്പോൾ ഈ സജിമോഹൻ പാറയലിനെ സംബന്ധിച്ച് ഹർജിക്കാരനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം, റിപ്പോർട്ട് പുറത്തുവിടണം എന്ന നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ട്. അതിനു മുൻപ് ഈ ഹർജിക്കാരൻ മേൽക്കോടതി അതല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനുള്ള സാധ്യതയുണ്ടോ? അതിനുള്ള ഒരു നിയമസാധ്യത കൂടി ഉണ്ടോ ഈ ഹർജിക്കാരനെ സംബന്ധിച്ച്? ഇനി മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഒരു നിയമസാധ്യത കൂടി ഉണ്ടോ? CM പ്രകാശ്. തീർച്ചയായും അത് ഹർജിക്കാരൻ തന്നെയാണ് അത് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഏതായാലും മേൽക്കോടതിയെ സമീപിച്ചുകൊണ്ട് തന്റെ വാദമുഖങ്ങൾ ഇനിയും അദ്ദേഹത്തിന് ഉയർത്തിപ്പിടിക്കാനുള്ള സാഹചര്യമുണ്ട്. അത് അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരാഴ്ചക്കകം തന്നെ ചെയ്യേണ്ട സാഹചര്യം കൂടി ഉണ്ട്. കാരണം ഒരാഴ്ചക്കകം ഈ റിപ്പോർട്ട് പ്രത്യക്ഷപ്പെടുത്താമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞിട്ടുള്ളത്. ഇതിന്മേൽ അദ്ദേഹത്തിന് ഹർജിക്കാരന് അപ്പീൽ പോകാനുള്ള സാധ്യതയുണ്ട്. ആ താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ രാഹുൽ ഈശ്വർ ചേരുന്നുണ്ട് തത്സമയം. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോൾ ഹൈക്കോടതി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് ഉത്തരവിട്ടിരിക്കുന്നു. നിർമ്മാതാവ് സജിമോൻ പാറയലിന്റെ ഹർജി തള്ളിയിരിക്കുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഭാഗ്യലക്ഷ്മി ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചത് ഈ സജിമോൻ പാറയലിന്റെ പിന്നിൽ മറ്റാരോ ഉണ്ട്. ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ ആ റിപ്പോർട്ടിനെ ഭയക്കുന്ന ആരോ സജിമോൻ പാറയലിന്റെ പിന്നിലുണ്ട് എന്നാണ് ആരോപണം ഉന്നയിച്ചത്. അങ്ങനെ ഒരു ആരെങ്കിലും ഈ സജിമോൻ പാറയലിനെ കൊണ്ട് ഈ ഹർജി സമർപ്പിച്ചതായിരിക്കും. എന്തായാലും കോടതിയിൽ നിന്നും വലിയ തിരിച്ചടി നേരിട്ടിരിക്കുകയാണല്ലോ. ഇനി ഈ നിർമ്മാതാവ് അല്ലെങ്കിൽ ഹർജിക്കാരൻ മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. പക്ഷെ അതിനു മുൻപ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ റിപ്പോർട്ട് വരികയാണെങ്കിൽ മലയാള സിനിമയിലെ വലിയ പ്രതിച്ഛായുള്ള പലരുടെയും പേരുകൾ പോലും അവർക്ക് പോലും വലിയ മങ്ങലേൽക്കും, പ്രതിച്ഛായക്ക് മങ്ങലേൽക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അത്ര അഭ്യൂഹങ്ങളുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഈ നടിയാക്രമണ കേസിന് പിന്നാലെയാണ് ഈ ഹേമ കമ്മീഷനെ ഇതായി അന്വേഷിക്കാൻ വേണ്ടി, സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കാൻ വേണ്ടി, അന്വേഷിക്കാൻ വേണ്ടി കമ്മീഷനെ നിയമിച്ചത്. മറ്റു പല നടന്മാർക്കെതിരെയും ഗുരുതരമായ ആരോപണമുണ്ട് എന്ന ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭയം സിനിമാ മേഖലയ്ക്കുണ്ടോ? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇത് ഹേമ കമ്മീഷൻ അല്ല, ഹേമ കമ്മിറ്റിയാണ്. കമ്മീഷനും കമ്മിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട്. കമ്മീഷന്റെ അത്രയും വിപുലമായ അധികാരങ്ങൾ കമ്മിറ്റിക്കില്ല. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. രണ്ട്, ഭാഗ്യലക്ഷ്മി ചേച്ചി നമുക്കെല്ലാം ആരാധ്യയായ വ്യക്തിയാണ്, ഏറ്റവും ഇഷ്ടമുള്ള ആളാണ്, അത് പൂർണ്ണമായി അംഗീകരിക്കുന്നു. എന്നാൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. ഒരാളുടെയും വ്യക്തിപരമായ ആരോപണം, വ്യക്തിപരമായ സ്വകാര്യത ലംഘിക്കപ്പെടരുത്. ഉദാഹരണം, അങ്ങേക്കെതിരെയും എനിക്കെതിരെയും ഇതിൽ ആരോപണം ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മറുപടി പറയാൻ പോലും അവസരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒരാളുടെയും സ്വകാര്യത ലംഘിക്കരുത്. അതിജീവിതയുടെ പേര് പറയരുത് എന്ന് പറയുന്നത് പോലെ തന്നെ ആരോപിതന്റെ പേരും ഒരു കാരണവശാലും പറയരുത്. അയാളെ ഒരു കോടതി കുറ്റവാളിയാണ് വിധിക്കുന്നത് വരെ, ഇപ്പൊ ഞാൻ എന്റെ പേര് വെച്ച്
ഒരു ഉദാഹരണം പറയാം. ഞാനോ വേറെ ഏതെങ്കിലും നടനോ ആരുടെയും പേര് ഒരു കാരണവശാലും വെളിവിടരുത്. രണ്ട് കാര്യങ്ങൾ കൂടെ. ഒന്ന്, നമ്മൾ ഓർക്കേണ്ട കാര്യം, അടുത്തിടയ്ക്ക് പോലും ധാരാളം വ്യാജ കേസുകൾ വന്നിരുന്നു. വിജയബാബുവിന്റെ കേസ് നമുക്കറിയാം, ഒമർ ലുലുവിന്റെ കേസ് നമുക്കറിയാം. പലപ്പോഴും വേണ്ട രീതിയിൽ അവസരങ്ങൾ കിട്ടാത്ത ആൾക്കാർ പ്രതികാരം തീർക്കാൻ വേണ്ടി ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഈ കമ്മിറ്റി റിപ്പോർട്ട് പ്രധാനമാണ്, പക്ഷേ ആരുടെയും സ്വകാര്യത ലംഘിക്കരുത്, ഒരു പുരുഷന്റെയും സ്വകാര്യത ലംഘിക്കരുത്. എന്നാൽ അതോടൊപ്പം ഏതെങ്കിലും കൺക്ലൂഷൻസ് ഉണ്ടെങ്കിൽ ആ കൺക്ലൂഷന് മേലും നിയമ നടപടികൾ സ്വീകരിക്കാം. ആ കൺക്ലൂഷന്റെ ബേസിൽ പുതിയ ലോ നിർമ്മിക്കാം. പക്ഷേ ഒരു വ്യക്തിയുടെയും അയാൾക്ക് മറുപടി പറയാൻ അവസരം കിട്ടിയില്ലെങ്കിൽ നാച്ചുറൽ ജസ്റ്റിസ് ലംഘിക്കപ്പെടുകയാണ്. ആ നാച്ചുറൽ ജസ്റ്റിസ് ലംഘിക്കപ്പെടുന്ന രീതിയിൽ പുരുഷന്റെ സ്വകാര്യതയെ ലംഘിക്കുകയാണെങ്കിൽ അത് സുപ്രീം കോടതി അടക്കം വിധികളുടെ ലംഘനമാണ്. ഒരു കാരണവശാലും പുരുഷന്മാരുടെ സ്വകാര്യത ലംഘിക്കുന്നതാവരുത്. ആർക്കെതിരെയുള്ള വ്യാജാരോപണങ്ങളോ ആരോപണങ്ങളോ ആവരുത്. അതും കൂടെ വ്യക്തമാക്കി വേണം സർക്കാർ നിലപാട് സ്വീകരിക്കാൻ. ഈ വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ ഇതുവരെ സ്വാഗതാർഹമാണ്. അത്തരം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരുടെയും പേര് പരാമർശിക്കുന്നില്ല എന്ന് തന്നെയാണ് നേരത്തെ ഭാഗ്യലക്ഷ്മി സൂചിപ്പിച്ചത്. ശ്രീ രാഹുൽ ഈശ്വർ, അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെ നിങ്ങൾ ഭയക്കുന്നത്? ഈ സിനിമാ മേഖലയിലെ പ്രത്യേകിച്ചും പുരുഷ മേധാവിത്വമുള്ള ഈ സിനിമാ മേഖലയിലെ പല പ്രമുഖരും ആ കമ്മിറ്റി റിപ്പോർട്ടിനെ എന്തിനാണ് ഇത്ര ഭയക്കുന്നത്? ആരുടെയും പേരില്ല എന്ന് തന്നെയാണ് പുറത്തു വരുന്നത്. നേരത്തെ ഭാഗ്യലക്ഷ്മി സൂചിപ്പിച്ച കാര്യം. കറക്റ്റ്. ആരും റിപ്പോർട്ടിനെ ഭയക്കുന്നില്ല. ഭാഗ്യലക്ഷ്മി ചേച്ചിയൊക്കെ നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടി വലിയ പോരാട്ടം നയിക്കുന്നവരാണ്. അവരുടെ എല്ലാ പോരാട്ടത്തോടും ബഹുമാനമേ ഉള്ളൂ. എന്നാൽ അതോടൊപ്പം ഒരു പുരുഷനെ സൂചിപ്പിക്കുന്നതോ അവന്റെ ഐഡന്റിറ്റിയോ അവന്റെ കാര്യമോ റിവീൽഡ് ആയാൽ അവന് മറുപടി പറയാൻ പോലും അവസരം കിട്ടിയിട്ടില്ല. അപ്പൊ ആ അവസ്ഥയാകരുത്. അതുകൊണ്ട് പുരുഷന്മാരുടെ സ്വകാര്യത ലംഘിക്കുന്നതാകരുത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. പകരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സജഷൻസിന്റെ മേൽ സർക്കാർ നിയമനിർമ്മാണം ചിന്തിക്കുകയാണെങ്കിൽ അതിന് എല്ലാ ഭാഗത്തുനിന്നും സപ്പോർട്ട് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഇത് വ്യക്തമാണ് നിലപാട്. പുരുഷനെ ദ്രോഹിക്കുന്നതാകരുത്, പുരുഷന്റെ സ്വകാര്യത ലംഘിക്കുന്നതാകരുത്, ഒരാളുടെയും പേര് വിടരുത്. അതിജീവിത പോലെ തന്നെ കുറ്റാരോപണ വിധേയന്റെയും പേര് വിടരുത്. കോടതി അവരെ കുറ്റക്കാരെന്ന് പറയുന്നത് വരെ. അതിനുശേഷം കോടതി ഇവരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ അവരുടെ പേര് വിടുന്നതിന് പ്രശ്നമില്ല. അതൊരു ഫെയർ പോയിന്റ് അല്ലേ? കാര്യം എനിക്കെതിരെ ഒരു ആരോപണം വന്നാൽ എനിക്കത് മറുപടി പറയാൻ പോലും അവസരം കിട്ടിയിട്ടില്ല. അപ്പം അത് കൃത്യമായി ഉണ്ടായിട്ട് മാത്രമേ സർക്കാർ എടുക്കാവൂ. പക്ഷെ സർക്കാർ ഇതുവരെ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട്, ശ്രീ പിണറായി വിജയൻ സർക്കാരിന്റെ നിലപാട് സ്വാഗതാർഹം തന്നെയാണ്. അല്ല, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ കുറ്റാരോപിതർ, അതിൽ ലൈംഗിക ആരോപണം മറ്റുമൊക്കെ ആണെങ്കിൽ അതിനെ ഭയക്കണം, അല്ലെങ്കിൽ ആരോപണമാണെങ്കിൽ അത് അവരുടെ സ്വകാര്യതയെ ലംഘിക്കുന്ന പ്രശ്നമാണ്. പക്ഷെ അതിനപ്പുറം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്ത്രീകളുടെ വേതനം സംബന്ധിച്ച്, പുരുഷാധിപത്യം സംബന്ധിച്ച്, ഈ സിനിമാ മേഖലയിൽ മാത്രമല്ല, താങ്കൾ ശ്രീ രാഹുൽ ഈശ്വറും ഞാനും ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന മേഖലകളിലൊക്കെ പുരുഷാധിപത്യമുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അത് നമ്മൾ തുറന്ന് സമ്മതിക്കേണ്ടി തന്നെ വരും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട മറ്റു പല വിഷയങ്ങളും, ഈ സിനിമാ മേഖലയിലെ മറ്റു പല വിഷയങ്ങളും ഈ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. പൃഥ്വിരാജ് അടക്കം ഈ വിഷയത്തിൽ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതായത് രാഹുൽ ഈശ്വറും നയൻതാരയും കൂടി ഒരു സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് കരുതുക. നയൻതാരയുടെ നായകനായിട്ട് ഞാൻ അഭിനയിക്കുന്നു. എനിക്ക് നയൻതാരയ്ക്ക് കിട്ടുന്ന കാശ് കിട്ടണമെന്ന് ഞാൻ പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? നയൻതാരയുടെ ബ്രാൻഡ് വാല്യൂ വേറെയല്ലേ, നയൻതാരയുടെ റീച്ച് വേറെയല്ലേ? അപ്പൊ അതുകൊണ്ട് ഇതിൽ ജെൻഡർ പാരിറ്റി വേണമെന്നും ജെൻഡർ ജസ്റ്റിസ് വേണമെന്ന് പറയുന്നതിന് എന്താ അർത്ഥം? നയൻതാരയെ ഞാനും കൂടി ഒരുമിച്ച് അഭിനയിച്ചാൽ നയൻതാരയ്ക്ക് കിട്ടുന്ന റേറ്റ് എനിക്ക് കിട്ടണമെന്ന് പറയുകയാണെങ്കിൽ അത് ക്രിക്കറ്റിൽ പോലും ഈ ഒരു വേതനത്തിന്റെ കാര്യത്തിൽ തുല്യത വന്നിട്ടുണ്ടല്ലോ. കാരണം വിരാട് കോഹ്ലിയുടെയും മറ്റ് വനിതാ ക്രിക്കറ്റ് താരങ്ങളുടെയൊക്കെ ഈ ബ്രാൻഡ് വാല്യൂയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ അവിടെയും അവരുടെ പരസ്യ വരുമാനത്തിലൊക്കെ വ്യത്യാസം, പക്ഷേ അവിടെ വേതനത്തിൽ ഒരു തുല്യത വരുത്തിയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് സിനിമയിൽ ഇത്തരം ഒരു തുല്യത വരുത്താത്തത് എന്ന കാര്യം പൊതുസമൂഹം ചോദിക്കുന്നുണ്ട്. പോസിബിൾ ആണ്. ഒരു കാര്യം ചോദിച്ചു, മഞ്ജു വാര്യരുടെ സിനിമയിൽ ഒരു നായകൻ വരുന്നു ഇരിക്കട്ടെ. മഞ്ജു വാര്യർ നമ്മുടെ അഭിമാനമാണ്, ലേഡി സൂപ്പർ സ്റ്റാറാണ്. മഞ്ജു വാര്യർക്ക് കൊടുക്കുന്ന കാശ് വേറൊരാൾക്ക് കൊടുക്കണമെന്ന് പറയുന്നത് എന്താ അർത്ഥം? റോഷൻ ആൻഡ്രൂസും മഞ്ജു വാര്യരും കൂടി ഒരു സിനിമയിൽ അഭിനയിച്ചു. റോഷൻ ആൻഡ്രൂസ് മഞ്ജു വാര്യർ വലിയ ഡയറക്ടറാണ്, പക്ഷേ മഞ്ജു വാര്യരുടെ പ്രതിഭ വേറൊരു ലെവലാണ്. റോഷൻ ആൻഡ്രൂസിനും മഞ്ജു വാര്യർക്കും ഒരേ റേറ്റ് ആ സിനിമയ്ക്ക് കൊടുക്കുന്നത് പറയുന്നത് ന്യായമുണ്ടോ? ഇത് രാഹുൽ ഈശ്വർ മാത്രമല്ല, പൃഥ്വിരാജ് അതൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. ചില കാര്യങ്ങൾ ഫാഷനബിളായി മാത്രം പറയുന്നതാണ്, അതൊന്നും റിയലിസ്റ്റിക്കും പ്രാക്ടിക്കലും അല്ല. പക്ഷേ എക്സ്പ്ലോയിറ്റേഷനും ഇല്ലാതാകണമെന്ന കാര്യത്തിൽ ആർക്കും സംശയവുമില്ല. അത് തന്നെയാണ് ശ്രീ രാഹുൽ ഈശ്വർ. കാരണം താങ്കൾ മാത്രമല്ല, സിനിമാ മേഖലയിൽ എല്ലാവരും വളരെയധികം വ്യക്തമാണ്. നിരീക്ഷകനായിട്ടുള്ള രാഹുൽ ഈശ്വറാണ് ഇപ്പോൾ പ്രതികരിച്ചത്. കാരണം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നത് പലരുടെയും സ്വകാര്യതയെ ലംഘിക്കുന്ന വിഷയമാണ്. പക്ഷേ ഈ ലൈംഗികമായിട്ടുള്ള ചൂഷണവും മറ്റും
ഒരു കാരണവശാൽ അംഗീകരിക്കാൻ കഴിയില്ല എന്ന കാര്യം അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. CN പ്രകാശിലേക്ക് വീണ്ടും. CN പ്രകാശ്, കൂടുതൽ വ്യക്തത വന്നിട്ടുണ്ടോ ഈ ഹൈക്കോടതിയുടെ ഉത്തരവില്? ഇല്ല, ഉത്തരവിന്റെ പൂർണ്ണരൂപം ഇനിയും ലഭ്യമായിട്ടില്ല. ഇനിയും മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് അത് ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയുള്ളൂ. ഇന്ന് വൈകിട്ടോടു കൂടി മാത്രമാണ് അതിന്റെ പൂർണ്ണമായ രൂപം ലഭ്യമാകാൻ കഴിയുന്ന സാഹചര്യമുള്ളൂ. എങ്കിൽ പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പരാമർശങ്ങൾ പുറത്തുവിടുന്നതിൽ തടസ്സമില്ല എന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുള്ളത്. അത് പുറത്തുവിടുന്നതിനെതിരായി നിർമ്മാതാവ് നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഒരാഴ്ചക്കകം തന്നെ വിവരാവകാശ കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തുവിടാം എന്ന ഉത്തരവ് ഉണ്ടായിട്ടുള്ളത്. അഡ്വക്കേറ്റ് CN പ്രകാശിലേക്ക് വരാം. അഡ്വക്കേറ്റ് PB മിനി ചേരുന്നുണ്ട് തത്സമയം. അഡ്വക്കേറ്റ് PB മിനി, ഇപ്പോൾ ഹൈക്കോടതി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാം, ഒരാഴ്ചയ്ക്ക് ശേഷം പുറത്തുവിടണം എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഭാഗ്യലക്ഷ്മിയും രാഹുൽ ഈശ്വരും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. നേരത്തെ മുതൽ തന്നെ അറിയാം, നടിയാക്രമണ കേസിലും അതോടൊപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെല്ലാം വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്ന രണ്ടുപേരാണ്. രണ്ടുപേരും ഈ ഭാഗ്യലക്ഷ്മി പറഞ്ഞത് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെ പലരും ഭയക്കുന്നുണ്ട്. പക്ഷേ ഈ ഹർജിക്കാരൻ്റെയും രാഹുൽ ഈശ്വറിൻ്റെയും ഉൾപ്പെടെയുള്ളവരുടെ വാദം ഇത് പലരുടെയും സ്വകാര്യതയെ ലംഘിക്കുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് ഇത്തരമൊരു ഹർജിയുമായി ഈ സജിമോഹൻ പാറയിൽ, നിർമ്മാതാവ് സജിമോഹൻ പാറയിൽ ഹൈക്കോടതിയെ സമീപിച്ചതെന്നാണ്. അങ്ങനെ ഒരു സ്വകാര്യതയെ ലംഘിക്കുന്ന പ്രശ്നം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടോ? റിപ്പോർട്ട് പുറത്തു വന്നാലേ നമുക്കറിയുള്ളൂ. രണ്ടാമത്തെ കാര്യം, സജിമോന് ഏതെങ്കിലും സ്ത്രീകളെ സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട് അസൾട്ട് ചെയ്യുകയോ ഹരാസ്മെന്റിന് വിധേയമാക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അയാൾക്ക് അതിന്റെ ഭയം അതുകൊണ്ടായിരിക്കാം എന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് നമ്മുടെ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് 100% ശരിയാണ്. ഈ പറഞ്ഞ ആളുകളുടെ എല്ലാം വാദത്തെ പൊളിക്കുന്ന ഒരു കാര്യമാണ്. പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തുവിടേണ്ടതില്ല. അപ്പൊ പേഴ്സണൽ കാര്യങ്ങളിൽ ഈ അന്ന് പരാതി കൊടുത്ത ആളുകൾക്ക് തുടർന്ന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പർ പ്രോസസ് അനുസരിച്ച് CRPC അനുസരിച്ചല്ല, പുതിയ നിയമം അനുസരിച്ച് BNS അനുസരിച്ച് അവർക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു മുന്നോട്ട് പോകാവുന്നതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് പ്രശ്നം അതല്ല. ഇതില് സിനിമാ മേഖലയിൽ ഈ സെക്ഷൽ ഹരാസ്മെന്റ് മാത്രമല്ല, ഈ സ്ത്രീകളുടെയും താഴെത്തട്ടിലുള്ള പല ജീവനക്കാരുടെയും ഒക്കെ അടിസ്ഥാന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തൊഴിൽ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. നമ്മളൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരുകളുടെ നിരവധി ഉത്തരവുണ്ട്. എല്ലാ വർക്കിംഗ് പ്ലേസിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ബാത്റൂം വേണം, അവരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെന്നുള്ള ഇത് വേണം. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്കോ ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഇതും കൊടുക്കുന്നില്ല പ്രൊഡ്യൂസേഴ്സ്. അപ്പൊ അത് മാത്രമല്ല, ഒരു സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്താൽ അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അയാളുടെ നിലപാടുകൾക്ക് കീഴ്പ്പെട്ടില്ലെങ്കിൽ അവർക്ക് പിന്നെ ചാൻസ് കിട്ടാത്ത അവസ്ഥ വരുന്നു. ഒരു കലാകാരി എന്ന നിലയിൽ അവരുടെ കഴിവുകൾക്കപ്പുറം ഇത്തരം കീഴ്പ്പെടുത്തലുകൾക്ക് വിധേയമാകേണ്ടി വരുന്നു. അപ്പൊ അതിന് സർക്കാർ ഒരു നിയമനിർമ്മാണം നടത്തണം, അല്ലാതെ പറ്റില്ലല്ലോ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് കേരള സർക്കാർ ഒരു നിയമം കൊണ്ടുവരണം. ആ നിയമം കൊണ്ടുവരുന്നതിന് ഈ റിപ്പോർട്ട് പുറത്തുവിടുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ സജഷൻസ് പറഞ്ഞിട്ടുണ്ട് ആ സജഷൻ തീർച്ചയായും വ്യക്തമാണ്. അഡ്വക്കേറ്റ് TB മിനി, താങ്കൾ തുടരുക. ഇപ്പോൾ സിനിമാ പ്രവർത്തക T പാർവതി കൂടി ചേരുന്നുണ്ട്. ശ്രീമതി T പാർവതി, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാം എന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിട്ടുണ്ട്. ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാൽ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാൽ സിനിമാ മേഖലയിലെ ഇത്തരം ചൂഷണങ്ങൾ, പല വിഷയങ്ങളുണ്ട്. വേതനത്തിന്റെ പ്രശ്നമുണ്ട്, മികച്ച തൊഴിലിടത്തിന്റെ പ്രശ്നമുണ്ട്, ലൈംഗിക ചൂഷണങ്ങൾ ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളും ഉയർത്തി കാണിക്കുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. ഈ സിനിമാ മേഖലയിൽ ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ കമ്മിറ്റി റിപ്പോർട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയായി കഴിഞ്ഞാൽ. ശ്രീമതി T പാർവതി. ഹലോ, കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാം. താങ്കളോടാണ് ചോദിച്ചത്. എന്റെ ചോദ്യം ഇതായിരുന്നു,
ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാൽ സിനിമാ മേഖലയിൽ ഇപ്പോൾ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരും. കാരണം ഇത് പൊതുസമൂഹത്തിൽ ചർച്ചയാവുകയും കൃത്യമായ ഒരു നിയമനിർമ്മാണമോ മറ്റോ ഈ വിഷയത്തിൽ സിനിമാ മേഖലയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നിലവിൽ ഇവിടെ ഈ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നാൽ ആദ്യമായി തന്നെ എന്തെല്ലാമാണ് സിനിമാ മേഖലയിൽ, നമ്മൾ സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്ക് പോലും മനസ്സിലാവാത്ത പല 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 കാര്യങ്ങൾ സിനിമയിൽ നടന്നിട്ടുണ്ടാവാം. കാരണം ഇത് ഓരോ സെറ്റുകളാണ്, ഇത് ഒരു ഓഫീസിൽ നടക്കുന്ന കാര്യമല്ല. അപ്പൊ സമഗ്രമായ ഒരു പഠനം തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. എന്താണ് ഒരു മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അപ്പൊ ആ മേഖലയെ കുറിച്ച് സമഗ്രമായി പഠിച്ച ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നു. അതിന് വ്യക്തികളുടെ പേരൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെയും എന്തെല്ലാം വിഷയങ്ങളിലൂടെയാണ് മനുഷ്യർ കടന്നുപോയിട്ടുള്ളതെന്ന് വന്നു കഴിഞ്ഞാലാണ് നിയമനിർമ്മാണത്തിന് സാധ്യത, ഒരു ചർച്ചയ്ക്ക് സാധ്യത, പുതിയ മാറ്റങ്ങൾ വരാൻ, കുറച്ചുകൂടെ ട്രാൻസ്പെറൻസിക്കോ എല്ലാം ഒരു സാധ്യത. ഇതൊരു പൊതു താല്പര്യം തന്നെയാണ് സ്ത്രീകളുടെ. അപ്പോൾ ആ പൊതു താല്പര്യം ഇല്ല എന്നും ഇത് സ്ത്രീകളുടെ സ്വകാര്യതയ്ക്ക് പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു പരാതി കൊടുത്തിരുന്നത്. എന്തിനാണെന്ന് മനസ്സിലായില്ല. എന്തായാലും അത് ഇപ്പൊ കോടതി ഇടപെട്ടിട്ട് ഇത് പുറത്തുവിടാൻ സമ്മതിച്ചിരിക്കുന്നു. ഇനിയും മേൽക്കോടതിയെ സമീപിച്ചുകൂടായികയില്ല. നല്ല പേടിയുണ്ടെന്ന് തോന്നുന്നു ചിലർക്കൊക്കെ ഇത് പുറത്തു വരുന്നതിന്. വ്യക്തികളുടെ പേര് വന്നില്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞാലും വന്നാലോ എന്ന് ആദ്യമുള്ളവരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനത്തെ വിഷയമൊന്നും അല്ല ഇത്. ശരിക്കും പറഞ്ഞാൽ സ്ത്രീകള് ജോലി ചെയ്യുന്ന ഒരുപാട് പേര്, ധാരാളം സ്ത്രീകൾ ജോലി ചെയ്യുന്ന മേഖലയാണ് സിനിമ. അപ്പൊ അവിടെ സുരക്ഷിതത്വം, അവിടെ നീതി, തുല്യനീതി, അവിടെ സൗകര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ആ പഠനം. അപ്പൊ അതിന്റെ പഠനത്തിന്റെ വ്യാപ്തിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത് പുറത്തു വന്നാൽ തന്നെ നമുക്ക് അറിയുള്ളൂ. അത് പുറത്തു വരട്ടെ എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണ് ഞാനും. വളരെയധികം നന്ദി ശ്രീമതി ടി പാർവതി. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു നിലവിലെ ഈ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പക്ഷെ ആരാണ് ഈ റിപ്പോർട്ടിനെ ഭയക്കുന്നതെന്ന ചോദ്യമാണ് വനിതാ പ്രവർത്തകരടക്കം, സിനിമയിലെ വനിതാ പ്രവർത്തകർ, WCC ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ വനിതാ കമ്മീഷൻ അധ്യക്ഷ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. സിനിമ എന്ന് പറയുന്ന അത് ഒരു തൊഴിലിടമാണെന്നും സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ തുടക്കം മുതൽ സിനിമ റിലീസാവുന്നതുവരെയുള്ള ഘട്ടങ്ങളിൽ ഇന്റേണൽ കമ്മിറ്റികൾ ആ തൊഴിലിടത്തിൽ പ്രവർത്തിക്കണം എന്നും ആവശ്യപ്പെട്ടിരുന്നത്. എങ്ങനെയാണ് ഈ IC ഫോം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും എങ്ങനെയായിരിക്കണം അതിന്റെ പ്രവർത്തനം എന്നതിനെ സംബന്ധിച്ചും വനിതാ കമ്മീഷൻ തന്നെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ടാണ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം സിനിമാ നിർമ്മാതാക്കൾ, സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചു വന്നിട്ടുള്ള വിവിധ സംഘടനകൾ, WCCയുടെ ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ, അതുപോലെ തന്നെ ഫിലിം പ്രൊഡ്യൂസേഴ്സിന്റെ അസോസിയേഷൻ, ചേംബർ ഓഫ് കൊമേഴ്സ്, ഇതെല്ലാം ഒത്തുചേർന്നുകൊണ്ട് എറണാകുളത്ത് വെച്ച് തന്നെ ഒരു ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യൂണിറ്റുകളിൽ ഇന്റേണൽ കമ്മിറ്റികൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഇടക്ക് ഞങ്ങൾക്ക് ഒരു അറിയിപ്പ് കിട്ടി, ഇത് തീരുമാനിച്ചതിന് ശേഷവും പല സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യൂണിറ്റുകളിൽ ഈ IC ഫോം ചെയ്തിട്ടില്ല എന്നുള്ള അറിയിപ്പ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അത്തരം ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് സ്വമേധയാ പരിശോധിച്ചുകൊണ്ട് അവർക്ക് നിർദ്ദേശം കൊടുക്കാനും വനിതാ കമ്മീഷൻ തയ്യാറായിട്ടുണ്ട്. തീർച്ചയായും ഇപ്പോ വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഈ റിപ്പോർട്ട് പുറത്തുവിടേണ്ടുന്നത് വളരെയധികം ആവശ്യമാണ് എന്ന് വനിതാ കമ്മീഷൻ കാണുകയാണ്. സാംസ്കാരിക പ്രബുദ്ധമാണ് എന്ന് നമ്മൾ അഭിമാനിക്കുന്ന കേരളത്തിൽ എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാൻ ഉതകുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കേണ്ടുന്നത് ഈ പൊതുസമൂഹത്തിന്റെ ഒരു ആവശ്യം കൂടിയാണ്. അത് അംഗീകരിച്ചുകൊണ്ട് ഈ മേഖലയിൽ ഉള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അതിന് പരിഹാരം കാണാനും വേണ്ടി സജ്ജമാക്കി സർക്കാരിനാൽ നിയുക്തമാക്കിയിട്ടുള്ള കമ്മിറ്റി എന്താണ്, ആ കമ്മിറ്റിക്കകത്ത് ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ, എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത്, വ്യക്തികളുടെ സ്വകാര്യത ഹനിക്കാതെ തന്നെ ഇത്തരം കാര്യങ്ങൾ ഈ പൊതുസമൂഹത്തിന് മുമ്പാകെ പറയാൻ തീർച്ചയായിട്ടും സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. അതൊരു സർക്കാർ തയ്യാറാണ് എന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും കേരളത്തിലെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് സ്ത്രീകൾ അഭിമുഖീകരിക്കുന്നത്, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും, സർക്കാരിന് ഇക്കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി കഴിയുക,
പരാതി പരിഹരിക്കാനും ഉള്ള കമ്മിറ്റികൾ ഫോം ചെയ്തതിനു ശേഷം എങ്ങനെയാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളത് ഉൾപ്പെടെയുള്ള ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ ഉള്ള റെക്കമെൻഡേഷൻസ് മുഴുവൻ പുറത്തുവിടേണ്ടതായിട്ടുണ്ട്. സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പുറത്തുവിടണം എന്നുള്ളതാണ് വനിതാ കമ്മീഷന്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് വനിതാ കമ്മീഷൻ ഈ WCC ഉൾപ്പെടെ അതിൽ കക്ഷി ചേരുകയുണ്ടായിട്ടുണ്ട്. ഈ സ്വകാര്യ വ്യക്തി ശ്രീ സജിമോൻ നൽകിയിട്ടുള്ള റിട്ട് ഹർജിയിൽ ഞങ്ങൾ കക്ഷി ചേരാൻ അനുവാദം ചോദിച്ചു. ഹൈക്കോടതി അതിന് അനുവാദം നൽകി. ഞങ്ങൾ അതിന്റെ വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഹൈക്കോടതിയിൽ ഞങ്ങൾ നൽകുകയുണ്ടായി. ആ സ്റ്റേറ്റ്മെന്റ് കൂടെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ന് ഇപ്പോ വിധി വന്നിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരാഴ്ചക്കാലത്തിന് ശേഷമാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനു വേണ്ടി ഹൈക്കോടതി അനുവാദം നൽകിയിട്ടുള്ളത്. തീർച്ചയായും സർക്കാർ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് സിനിമാ മേഖല ഏറ്റവും സുരക്ഷിതമായി ആത്മാഭിമാനത്തോടെ സ്ത്രീകൾക്കുൾപ്പെടെ ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം നമ്മുടെ മലയാള സിനിമാ രംഗത്ത് ഉണ്ടാക്കിയെടുക്കാൻ തീർച്ചയായും ഈ വിധി സഹായകമാകും എന്നാണ് കരുതുന്നത്. നിർമ്മാതാക്കളുടെയോ സംവിധായകരുടെയോ അല്ലെങ്കിൽ സിനിമാ താരങ്ങളുടെയോ ഒന്നും വ്യക്തിപരമായിട്ടുള്ള സ്വകാര്യതക്ക് ഭംഗം വരുത്താതെ തന്നെ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെടണം എന്നുള്ളതാണ് വനിതാ കമ്മീഷന്റെ അഭിപ്രായം. അതിനെ സംബന്ധിച്ച് സർക്കാർ ഒരിടക്ക് വനിതാ കമ്മീഷൻ ഇതിൽ ഇടപെട്ടതിന് ശേഷം ഹൈക്കോടതിയുടെ നേരത്തെയുള്ള ഈ ഇന്റേണൽ കമ്മിറ്റി സംബന്ധിച്ചിട്ടുള്ള തീരുമാനം, ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കണം എന്നുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്ന സമയത്ത് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ടുന്നത് അത് അസംബ്ലിയിൽ വെക്കണം എന്നാണ് WCC ആവശ്യപ്പെട്ടിരുന്നത്. തീർച്ചയായും അസംബ്ലിയിൽ വെക്കുന്നത് ഒരു എൻക്വയറി കമ്മീഷന്റെ റിപ്പോർട്ടാണെങ്കിലാണ് അത് നിയമസഭക്കകത്ത് വെക്കേണ്ടതായിട്ടുള്ളത്. ഇതൊരു ഫാക്ട് ഫൈൻഡിംഗ് കമ്മിറ്റിയാണ്. തീർച്ചയായും അത് പരിശോധിച്ചുകൊണ്ട് സർക്കാർ ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനാണ് സർക്കാരിന് ബാധ്യതയുള്ളത്. ആ അടിസ്ഥാനത്തിലാണ് സർക്കാർ ആ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കമ്മീഷൻ ഈ കാര്യം സംബന്ധിച്ച് ഹൈക്കോടതി മുമ്പാകെ വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട്. വ്യക്തികളുടെ സ്വകാര്യത ഹനിക്കാതെ ഈ മേഖലയിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക്, ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം, അവരുടെ വേതന വ്യവസ്ഥകളുണ്ട്, തൊഴിലിടത്തിൽ അവരുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ കൊച്ചി നഗരത്തിൽ തന്നെ ഒരു സിനിമാ നടി വളരെ ക്രൂരമായിട്ടുള്ള രൂപത്തിൽ അതിക്രമത്തിന് ഇരയായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത് വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടാൻ ഇടവന്നിട്ടുള്ളത്. ഏത് തൊഴിലിടത്തിലായാലും സുരക്ഷിതത്വത്തോടെ ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം സ്ത്രീകൾക്ക് ലഭ്യമാവേണ്ടതായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വനിതാ കമ്മീഷൻ ഈ പ്രശ്നത്തിൽ ഹൈക്കോടതി മുമ്പാകെ ഈ ഹർജിയിൽ കക്ഷി ചേരാൻ തയ്യാറായിട്ടുള്ളത്. എല്ലാ തൊഴിലിടങ്ങളിലും നിയമം അനുശാസിക്കുന്ന പരാതി പരിഹാര സംവിധാനങ്ങൾ വേണം. ആ പരാതി പരിഹാര സംവിധാനങ്ങൾ രൂപീകരിച്ചിട്ടില്ലാത്ത ഇടങ്ങളിൽ അതിന് പനിഷ്മെന്റ് അടക്കം ഈ ആക്ടിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ശിക്ഷാർഹമായിട്ടുള്ള ഒരു കുറ്റമായിട്ടാണ് കാണുന്നത്. ഇന്റേണൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടില്ലെങ്കിൽ ഫൈൻ ഈടാക്കണം എന്നുള്ള ഇത് നിയമത്തിൽ തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഇന്റേണൽ കമ്മിറ്റി പ്രവർത്തിക്കാത്ത ഇടങ്ങളിലൊന്നും തന്നെ ഫൈൻ ഈടാക്കുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു നിയമമാണ്, രാജ്യത്താകമാനമുള്ള നിയമമാണ്. തീർച്ചയായിട്ടും അതിന്റെ റൂൾസ് ഒക്കെ തന്നെ ഫ്രെയിം ചെയ്തു വരേണ്ടുന്നത് ദേശീയ തലത്തിലാണ്. പക്ഷെ സംസ്ഥാനങ്ങൾക്ക് എങ്ങനെയാണ് സംസ്ഥാനത്തിനകത്ത് ഈ തൊഴിലിടങ്ങളിൽ ഈ നിയമം അനുശാസിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ സാധ്യമാവുക എന്നുള്ളത് സർക്കാർ തന്നെ പരിശോധിച്ചുകൊണ്ട് എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് കമ്മീഷന്റെ അഭിപ്രായം. അത് ഹൈക്കോടതിയുടെ തീരുമാനമാണ്. പിന്നെ എന്താണ് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമെന്ന വിധി പൂർണ്ണമായിട്ട് വായിച്ചു കഴിഞ്ഞതിന് ശേഷമേ പറയാൻ പറ്റൂ.
മീറ്റു ആരോപണങ്ങൾ സിനിമാ മേഖലയിൽ മാത്രമല്ല, വിവിധ മാധ്യമരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സഹോദരിമാര് മീറ്റു ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു സമീപനം, പുരുഷാധിപത്യപരമായിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിൽ തൊഴിലിടങ്ങളിലായാലും വീടുകൾക്കകത്തായാലും പൊതുയിടങ്ങളിലായാലും യാത്രാവേളകളിലായാലും സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതെല്ലാം പരിഹരിക്കാൻ അതാത് തലത്തിലുള്ള ഇടപെടലുകൾ അനിവാര്യമാണ് എന്നുള്ളതാണ് കാണുന്നത്. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷണറുടെ ഈ നിർദ്ദേശം ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. വനിതാ കമ്മീഷൻ അധ്യക്ഷ സതീദേവി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം പുറത്തുവിടാമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് വനിതാ കമ്മീഷൻ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ആരുടെയും സ്വകാര്യതയെ ലംഘിക്കുന്ന രീതിയിലാകരുത്, എന്നാൽ അതിനപ്പുറം സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പുറത്തു വരേണ്ടത് വനിതകളുടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകളുടെ സുരക്ഷിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കുൾപ്പെടെ അനിവാര്യമാണ് എന്നാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ആലപ്പുഴ പൂച്ചാക്കലിൽ നവജാത ശിശുവിന്റെ മൃതദേഹം രഹസ്യമായി മറവ് ചെയ്ത സംഭവത്തിൽ നിർണായക മൊഴി പുറത്ത്. ആ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. ആലപ്പുഴ പൂച്ചാക്കലിൽ നവജാത ശിശുവിന്റെ മൃതദേഹം രഹസ്യമായി മറവ് ചെയ്ത സംഭവത്തിൽ നിർണായക മൊഴി ന്യൂസ് 18. പ്രസവശേഷം കുഞ്ഞ് കരഞ്ഞിരുന്നുവെന്ന് ഡോണ ഡോക്ടറോട് സമ്മതിച്ചിരുന്നു. ഇക്കാര്യം ഡോക്ടർ പോലീസിനോട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രസവം നടന്ന് 24 മണിക്കൂറിന് ശേഷമാണ് ഡോണ എന്ന യുവതി കുഞ്ഞിനെ ആൺ സുഹൃത്തിന് കൈമാറിയത്. കുട്ടിയെ കൈമാറുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നില്ല. പ്രസവം നടന്നത് ഡോണയുടെ വീട്ടിലെ മുറിയിലാണെന്നും അവശേഷിച്ച രക്തക്കറ കണ്ട അമ്മ ചോദിച്ചപ്പോൾ മാസം മുറയാണെന്നുമാണ് മറുപടി നൽകിയതെന്നും യുവതി പോലീസിനോട് പറഞ്ഞു. ഇതോടെ കേസിൽ കൊലപാതക സാധ്യത തള്ളാതെയാണ് പോലീസിന്റെ നീക്കം. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും വിശദാംശങ്ങളുമായി. ശരണ്യ, നേരത്തെ പല രീതിയിലുള്ള സംശയങ്ങൾ പോലീസിനുണ്ടായിരുന്നു. പോലീസ് കൊലപാതക സാധ്യത പരിശോധിക്കുന്നുണ്ട്. മറുവശത്ത് ഈ കുഞ്ഞ് പ്രസവശേഷം ഉടൻ തന്നെ മരിച്ചിരിക്കാം എന്ന രീതിയിലുള്ള രണ്ട് നിഗമനങ്ങളിലായിരുന്നു പോലീസിന്റെ അന്വേഷണം. പക്ഷേ ഈ ഡോണ എന്ന യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇത് ഒരു കൊലപാതകമാണ് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ടോ? ടോം, ഇപ്പോൾ നമുക്ക് നിലവിൽ പറയാൻ കഴിയുക കൊലപാതക സാധ്യത പോലീസ് തള്ളുന്നില്ല എന്ന് തന്നെയാണ്. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടി, അതായത് നവജാത ശിശുവിനെ കഴിഞ്ഞ ദിവസം തകഴിയിലെ പാടശേഖരത്ത്, കൊല്ലനോടി പാടശേഖരത്തിന്റെ പാടവരമ്പിൽ നിന്നാണ് കുഞ്ഞിനെ കണ്ടെടുക്കുന്നത്. കുഞ്ഞിന്റെ അമ്മയുടെ ആൺ സുഹൃത്തും അയാളുടെ കൂട്ടുകാരനും ചേർന്ന്, തകഴി സ്വദേശിയായ കൂട്ടുകാരനും ചേർന്ന് ആണ് ഈ കൊല്ലനോടി പാടശേഖരത്തിന്റെ വരമ്പിൽ ഈ കുഞ്ഞിനെ കുഴിച്ചിട്ടതായി കണ്ടെത്തുന്നത്. തുടർന്ന് പോലീസ് ഈ യുവതി കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ 8-ാം തീയതിയോടുകൂടി ആശുപത്രിയിൽ ചികിത്സ തേടുന്നു. 8 അല്ല 9-ാം തീയതിയോടുകൂടി ആശുപത്രിയിൽ ചികിത്സ തേടുന്നു. പിന്നീട് ഈ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് പ്രസവത്തിന് ശേഷമാണ് ഇവർ എത്തുന്നതെന്നുള്ള സംശയം ഡോക്ടർമാർക്ക് തോന്നുന്നത്. തുടർന്ന് ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ഇവർ പറഞ്ഞ മറുപടികൾ പലതും പരസ്പര വിരുദ്ധമായിരുന്നു. അവരോട് വ്യക്തമാക്കിയത്, ആദ്യം പറഞ്ഞു ആൺ സുഹൃത്തിന്റെ കയ്യിൽ കുട്ടിയെ അമ്മ തൊട്ടിൽ ഏൽപ്പിക്കാനായി കൊടുത്തു വിട്ടിട്ടുണ്ട് എന്നുള്ള വിവരം പറയുന്നു. പിന്നീട് പോലീസ് വിശദമായി ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സംഘം ചോദ്യം ചെയ്തപ്പോഴാണ് ഇവർ പറയുന്നത്, ഈ കുട്ടി ജനിച്ചു വീണ ഉടനെ കുട്ടി കരഞ്ഞിരുന്നു, പിന്നീട് ഈ കുട്ടി മരണപ്പെട്ടു പോയി എന്നുള്ള വിവരമാണ് ഈ ഡോണ നൽകുന്നത്. അത്തരത്തിൽ കുട്ടി എങ്ങനെ മരണപ്പെടും എന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരുന്നത്. അതിൽ ഏറ്റവും നിർണായകമായിരുന്നു ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടി. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടത്തിൽ കുഞ്ഞ് ജീർണാവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ മറ്റ് ഫൈൻഡിങ്സിലൊക്കെ ഒന്നും ഫോറൻസിക് ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള ആലപ്പുഴയിലെ ഫോറൻസിക് വിഭാഗത്തിലെ പ്രഗത്ഭരായ ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം, ബി കൃഷ്ണന്റെയൊക്കെ നേതൃത്വത്തിലുള്ള സംഘമാണ്, ഫോറൻസിക് ഡോക്ടർമാരുടെ സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. പക്ഷേ അവര് അങ്ങനൊരു ഫൈൻഡിങ്സിലേക്ക് പോയില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്കത് കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് ആ ശരീരം മാറിയിരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് നവജാത ശിശുവാണ്. ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും മരണപ്പെട്ടു പോകാനുള്ള സാഹചര്യമുണ്ട്. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെയല്ല,
ആ കുട്ടി പ്രസവത്തിൽ മരിച്ചാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണെങ്കിൽ മാത്രമാണ് ഈ മറവ് ചെയ്ത സാഹചര്യം, അതായത് രഹസ്യമായി മറവ് ചെയ്തു എന്നുള്ള വകുപ്പും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകളുമൊക്കെ നിൽക്കും. മറിച്ച് കുട്ടി ജീവനോടെ ജനിച്ച ഒരു കുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യത്തിൽ കൊണ്ടെത്തിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും അത് കൊലപാതകമാണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളതാണ്. എന്തായാലും ഈ കേസിലെ നിർണായകമായ ഒരു വഴിത്തിരിവാണ് ഇപ്പോൾ ഈ ഡോക്ടറോട് ഈ കുട്ടി തുറന്ന ഈ യുവതി, അതായത് പാണാവളി സ്വദേശിനിയാണ് ഇവർ നൽകിയിട്ടുള്ള ഈ മൊഴി, അല്ലെങ്കിൽ ഇവർ വ്യക്തമാക്കിയുള്ള ആദ്യഘട്ടത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടി പ്രസവത്തിന് ശേഷം കരഞ്ഞിരുന്നു എന്നുള്ളത്. മറ്റൊന്ന് ഈ ആൺസുഹൃത്തുമായുള്ള ബന്ധമാണ്. ഈ തോമസ് എന്ന് പറഞ്ഞ തകഴി സ്വദേശിയുമായി രാജസ്ഥാനിൽ പഠനകാലത്ത്, അതായത് ഡോണ ഫോറൻസിക് സയൻസിലെ ബിരുദധാരിയാണ്. ഈ ആൺസുഹൃത്തായ തോമസ് ഇതുപോലെ തന്നെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്നതിനാണ് രാജസ്ഥാനിൽ പോയത്. ഇവർ തമ്മിൽ അവിടെ വെച്ചാണ് സൗഹൃദമാവുകയും പ്രണയത്തിലാവുകയും ഒക്കെ ചെയ്യുന്നത്. രണ്ടുപേരുടെയും വിവാഹം കഴിപ്പിക്കുന്നതിൽ രണ്ട് വീട്ടുകാർക്കും മറ്റ് വിയോജിപ്പുകളൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ ഗർഭാവസ്ഥ സംബന്ധിച്ച് ഡോണ മറച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. കാരണം ഈ പ്രസവം എടുക്കുന്നു എന്നുള്ള കാര്യത്തിനെ സംബന്ധിച്ച് അതാണ് പല സംശയങ്ങളും കാരണം ഇങ്ങനെ ഒരു പൂർണ്ണ ഗർഭാവസ്ഥയിലെത്തിയ ഒരു പെൺകുട്ടി, ഒരു യുവതി ആ വീട്ടിൽ മാതാപിതാക്കൾക്കൊപ്പം കഴിയുമ്പോൾ അവർ ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നതിനെ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുമോ? ഏതാനും മാസങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ ഫ്ളാറ്റിൽ നിന്നും ഒരു കുഞ്ഞിനെ, നവജാത ശിശുവിനെ സ്വന്തം അമ്മ എറിഞ്ഞു കൊലപ്പെടുത്തിയ സംഭവം ഞെട്ടലോടെയാണ് നമ്മൾ അന്ന് കേട്ടത്. സമാനമായ രീതിയിൽ മാതാപിതാക്കളുള്ള വീട്ടിലാണ് ആ യുവതി പ്രസവിച്ചത്. ഇവിടെയും അമ്മ ആ മുറിയിലെത്തുന്നു, ഇത്തരം രക്തം കാണുന്നു. അത് മാസമുറയെ തുടർന്നുണ്ടായ രക്തമാണ് ആ മുറിയിലുള്ളത് എന്ന രീതിയിലുള്ള മൊഴികളൊക്കെ ഈ പെൺകുട്ടി പോലീസിന് നൽകിയിട്ടുണ്ട്. ഈ വിവരങ്ങളൊന്നും, ഈ പെൺകുട്ടി ഗർഭിണിയായ വിവരമോ പ്രസവിച്ച വിവരമോ ഒന്നും വീട്ടുകാർ അറിഞ്ഞിരുന്നില്ലേ? പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരം എന്താണ്? ഈ നിലവിലെ കേസിനകത്ത് ഏറ്റവും വലിയൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഗർഭാശയത്തിലെ അണുബാധയും രക്തസ്രാവവും ഒക്കെ ആയി ഡോണ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഒരാളെ ചോദ്യം ചെയ്യുന്നതിനുള്ള പരിമിതി പോലീസിന് മുന്നിലുണ്ട്. കൃത്യമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് ഡോണയെ കൊണ്ടെത്തിച്ചാൽ മാത്രമേ ഇതിനകത്തെ ദുരൂഹതകളുടെ ചുരുള് അഴിക്കാനായി കഴിയുകയുള്ളൂ. അതിനകത്തേക്ക്, അതായത് മറ്റു രണ്ടുപേരെയും കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുള്ള കസ്റ്റഡി അപേക്ഷയുമായി പോലീസ് മുന്നോട്ട് പോയിട്ടുണ്ട്. അതേസമയം തന്നെ ഡോണയെ ചോദ്യം ചെയ്യുന്നതിനുള്ള, കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യുന്നതിനുള്ള നടപടികൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൽ ടോം പറഞ്ഞതുപോലെ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ രക്ഷകർത്താക്കൾ, ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് അടക്കം പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ആ ബേബി പൂർണ്ണ വളർച്ചയെത്തിയ, അല്ലെങ്കിൽ ആ കുഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തിയ ആളായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അങ്ങനെ ഒരു കുട്ടി, ആരോഗ്യവാനായ ഒരു കുട്ടി പ്രസവത്തിലേക്ക് വരികയും പിന്നീട് ഈ കുട്ടിയുടെ പൊക്കിൾക്കൊടി അടക്കം മുറിച്ചത് സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച്, അത്ര ഒരു തയ്യാറെടുപ്പ് അവിടെ നടന്നിട്ടുണ്ട്. സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് കുഞ്ഞിന്റെ പൊക്കിൾക്കൊടി മുറിച്ചിട്ടുള്ളത്. പക്ഷേ മുറിച്ച പൊക്കിൾക്കൊടി പിന്നീട് ചെയ്യേണ്ട നടപടികൾ, അല്ലെങ്കിൽ അത് ക്ലിപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ടേപ്പ് ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അതിലൂടെ തന്നെ കുഞ്ഞിന് രക്തസ്രാവം ഉണ്ടാകാം എന്നുള്ളതാണ്. കൃത്യമായി ശ്വസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ കുഞ്ഞിനെ, നമുക്കറിയാം അതൊരു ന്യൂ ബോൺ ബേബിയാണ്, നവജാത ശിശുവാണ്. ആ കുഞ്ഞിനെ അത്ര കരുതലോടെ നമ്മൾ സൂക്ഷിച്ചാൽ മാത്രമേ ആ കുഞ്ഞിനെ നമുക്ക് ആരോഗ്യത്തോടെ വീണ്ടെടുക്കാനായി കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ. എല്ലാ പ്രസവ സമയത്തും അങ്ങനെ തന്നെ അത്ര കരുതലോടെയാണ് എല്ലാവരും നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അല്ലാത്തൊരു സാഹചര്യം കുഞ്ഞിന് ഒരുക്കി കൊടുത്താൽ പോലും മരണത്തിലേക്ക് നയിക്കാവുന്ന രീതിയിലുള്ള അപകടാവസ്ഥ ആ കുഞ്ഞിനുണ്ട് എന്നുള്ളതാണ്. ഈ 24 മണിക്കൂർ, അതായത് ഡോണ പ്രസവിക്കുന്നത് 7-ാം തീയതി പുലർച്ചെ 1:30-ക്കാണ്. അതായത് 7-ാം തീയതി പുലർച്ചെ 1:30 പ്രസവിക്കുന്ന ഡോണ ഈ പ്രസവിച്ച വിവരം അറിയിക്കുന്നത്, ഈ ആൺസുഹൃത്തിനെ അറിയിക്കുന്നത് 7-ാം തീയതി രാത്രി ആണ്. അതായത് ഏകദേശം നേരത്തോട് നേരം അടുക്കുന്ന സമയത്താണ് അറിയിക്കുന്നത്. അതിൽ നിന്ന് തന്നെ പിന്നെയും ഈ കുട്ടിയെ അയാൾ കൈപ്പറ്റുന്നത് 8-ാം തീയതി പുലർച്ചെയാണ്. അതായത് 24 മണിക്കൂറിന് ശേഷമാണ് തോമസിന്റെ കയ്യിലേക്ക് കുഞ്ഞിനെ കിട്ടുന്നത്. തോമസ് ആദ്യം തൊട്ട് പോലീസിനോട് പറയുന്ന മൊഴിയുണ്ട്, തനിക്ക് ഗർഭാവസ്ഥയെ സംബന്ധിച്ച് അറിവില്ലായിരുന്നു. ഡോണ പറയുമ്പോൾ മാത്രമാണ് ഈ പ്രസവിച്ചു എന്നുള്ള കാര്യം, അത് തന്നിൽ ഞെട്ടൽ ഉളവാക്കി എന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ തോമസിന്റെ മൊഴി തന്നെയാണ് സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ സുഹൃത്തും പോലീസും വീട്ടിൽ കാമുകനോട് എന്തിനായിരിക്കാം ഡോണ ഇക്കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചത്? ഈ കുഞ്ഞിന്റെ മരണശേഷം മാത്രം ഈ മൃതദേഹം മറവ് ചെയ്യാൻ വേണ്ടി സഹായം തേടുന്നു. അങ്ങനെ ഈ തോമസും, അതായത് ഡോണയുടെ
കാമുകൻ തോമസും സുഹൃത്തും ഈ കേസിൽപ്പെടുന്നു. അവർക്ക് ഈ മരണത്തിൽ, കുഞ്ഞിന്റെ മരണത്തിൽ യാതൊരു പങ്കുമില്ല എന്ന് പോലീസ് ഉറപ്പിക്കുന്നുമുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഡോണ ഇക്കാര്യങ്ങൾ, ഈ ഗർഭിണിയായ വിവരവും ഉൾപ്പെടെ ഈ കാമുകനിൽ നിന്ന് മറച്ചു വെച്ചിരുന്നത്? ഇത് അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ അതിൽ ഉൾപ്പെടെ പല സംശയങ്ങളും തോന്നുന്നില്ലേ? പോലീസ് ആ കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ടോ? ഇത് ഉണ്ട്. കാരണം ഡോണ മൊഴി കൊടുത്തിരിക്കുന്നതും ഈ തോമസ് മൊഴി കൊടുത്തിരിക്കുന്നതും ഒരേപോലെ തന്നെയാണ്. അതായത് ഈ കുട്ടി ഗർഭാവസ്ഥയെ സംബന്ധിച്ച് തോമസിന് അറിവുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഡോണ പോലീസിന് കൊടുത്തിട്ടുള്ള മൊഴി. ഡോണ ഇക്കാര്യം പ്രസവത്തെ സംബന്ധിച്ച് പോലും അറിയിക്കുന്നത് പ്രസവം നടന്നതിന് ശേഷമാണ് തോമസിനെ അറിയിക്കുന്നത് എന്നുള്ളതാണ് ഡോണ മൊഴി കൊടുത്തിട്ടുള്ളത്. അതേ മൊഴി തന്നെയാണ് തോമസ് ആദ്യഘട്ടം മുതൽ തന്നെ പറയുന്നത്. തനിക്ക് ഈ പ്രസവം നടന്നതിന് ശേഷം മാത്രമാണ് ഈ സംഭവം താൻ അറിയുന്നത്. ഇത് അറിഞ്ഞ്, അതായത് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിന്റെ വീട്ടിൽ രക്ഷകർത്താക്കൾ അടക്കമുള്ള ആളുകൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇവര് ഈ സുഹൃത്തുക്കൾ ഒരുമിച്ച് ആ തകഴിയിലെ വീട്ടിലാണ് ഉണ്ടായിരുന്നത്. അവിടെ വെച്ചാണ് തോമസിന് 7-ാം തീയതി രാത്രിയോടെ ഈ കോൾ വരികയും പിന്നെ തോമസ് ഈ കൂട്ടുകാരൻ കൊടുത്തിട്ടുള്ള മൊഴി പ്രകാരം തോമസ് ഈ വിവരം അറിഞ്ഞ് ബോധരഹിതനായി വീണു എന്നുള്ളതാണ്. അത്തരത്തിൽ ഇപ്പൊ ഇവർക്ക് 22-ഉം 23-ഉം വയസ്സ് മാത്രമാണുള്ളത്. ഈ പിന്നീട് അത്തരത്തിൽ വളരെ ബഹളവും കരച്ചിലും ഒക്കെ ആയിരുന്നു. അതേ തുടർന്ന് തോമസിനെയും കൊണ്ടാണ് ഈ തകഴി സ്വദേശിയായ അശോക് ഈ പൂച്ചാക്കലേക്ക് വരുന്നത്. ഇത്തരം ഒരു മാനസികാവസ്ഥയിൽ കൂട്ടുകാരൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് താൻ ആ വീട്ടിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. പിന്നീട് ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ മറവ് ചെയ്യുന്ന സംബന്ധിച്ചോ അങ്ങനെ അതിന് അത്തരത്തിലുള്ള നിയമത്തെ സംബന്ധിച്ചുള്ള ഒരു ബോധം ഈ ചെറുപ്പക്കാർക്ക് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പോലീസും അതിനെ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഇവർക്ക് ഈ കുട്ടിയെ കയ്യിൽ കിട്ടിയതിനു ശേഷം മറവ് ചെയ്ത് അടക്കമുള്ള കാര്യങ്ങൾ മാത്രമേ ഇവർക്ക് അത്ര ധാരണയുള്ളൂ എന്നുള്ള അവരുടെ മൊഴി വിശ്വാസത്തിലെടുത്ത് തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ആ രീതിയിൽ തന്നെയാണ് പോലീസും വിശ്വസിക്കുന്നത്. കാരണം ഈ ചെറുപ്പക്കാർ രണ്ടുപേരും ഇതിനകത്തേക്ക് പെട്ട് വന്നിരിക്കുന്ന 2 പേരാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആ രീതിയിൽ തന്നെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ട് ഡോണ ഇത്തരം ഒരു സാഹചര്യം, തന്റെ ഒരു ഗർഭാവസ്ഥയുടെ പൂർണ്ണ കാലയളവ് തോമസിനോട് മറച്ചു വെച്ചു എന്നതൊക്കെ ഉള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. എന്തായാലും അത്തരത്തിലുള്ള സംശയങ്ങളും ദുരൂഹതകളും ഒക്കെ ഈ കേസിൽ നിലനിൽക്കുന്നുണ്ട്. കുട്ടിയുടെ DNA പരിശോധനയ്ക്കായി പോലീസ് വിട്ടിട്ടുണ്ട്. ഫോറൻസിക് വിഭാഗം ആന്തരിക അവയവങ്ങളും ഒക്കെ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസിൽ വിവരങ്ങൾ പുറത്തു പറയേണ്ട ആള് ഡോണ തന്നെയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഇതില് കുറച്ച് ക്രൂരമായ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ കുഞ്ഞിന്റെ മൃതദേഹം ഈ പ്രസവത്തിന് ശേഷം ആ സ്വന്തം കിടപ്പുമുറിയിലാണ് മകൾ പ്രസവിക്കുന്നത്. രക്ഷകർത്താക്കൾ അറിഞ്ഞില്ല എന്ന് അവർ പറയുന്നു. പിറ്റേ ദിവസം ബ്ലഡ് സ്റ്റെയിൻസ് റൂമിൽ കണ്ടു. ഈ പ്രസവശേഷം ആ മുറി കഴുകി വൃത്തിയാക്കിയത് ഡോണയാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതൊക്കെ ഒരു അവിശ്വസനീയമായി നമുക്ക് തോന്നും. എന്നാൽ പോലും നമുക്ക് മുന്നിൽ ഇതിനു മുമ്പും ഇത്തരം റയർ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ മുറി ഈ കഴുകി വൃത്തിയാക്കി ഒപ്പം തന്നെ അവിശ്വസനീയമായ കാര്യമാണെന്ന് തോന്നാമെങ്കിലും ഈ സമീപകാലത്ത് കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നും സ്വന്തം അമ്മ പ്രസവശേഷം ഒരു കുഞ്ഞിനെ എറിഞ്ഞു കൊലപ്പെടുത്തിയ സംഭവം, അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് ആലപ്പുഴ പൂച്ചാക്കലില് നവജാത ശിശുവിന്റെ ഒരു ദുരൂഹ മരണം കൂടി പുറത്തു വരുന്നത്. ഈ സംഭവത്തില് കൊലപാതക സാധ്യത കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതായത് കുഞ്ഞിനെ പ്രസവശേഷം ഈ അമ്മ ഡോണ കൊലപ്പെടുത്തിയതാണോ എന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഒരുപക്ഷെ വിശദമായ ചോദ്യം ചെയ്യലിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത വരുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.